എന്നെ ഈ അൾത്താരയിൽ ഒരു നിമിഷം നിൽക്കാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിനു. ഞാൻ തോട്ടക്കര ഇടവകയിൽ നിന്നും വരുന്നു, മൂവാറ്റുപുഴ. ഞാൻ 2024 മാർച്ചിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അവർ ഉടമ്പടി എടുക്കാനായിട്ട് മേഖലയിലേക്ക് പോയി. ഞാൻ താഴെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ആ സൈഡിലൊരു ലൈൻ കണ്ടു. ഞാനും ആ ലൈനിൽ കയറി നിന്നു. അപ്പോൾ അച്ഛൻ അവിടെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് ഒരു കപ്പൂജി അച്ഛനാണ്. അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് പറയാനുള്ളത്, നിനക്ക് എന്താ ആഗ്രഹമാണെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു കൂട്ടുകാരി UK യിലുണ്ട്, അപ്പം അവളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഉടമ്പടി എടുത്തില്ല എന്ന് പറഞ്ഞു. നീ ഉടമ്പടി എടുത്തില്ല എങ്കിൽ ഇതിലെ കറങ്ങി നടക്കത്തേ ഉള്ളൂ, നിനക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ ബ്ലെസ് ചെയ്ത് കൂടെ മാറി നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പേടിയാണ്. ശരിക്കും അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ, ഇനി വരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥകളെല്ലാം അറിയാമല്ലോ, അവിടുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പുസ്തകവും മേടിച്ചു, തിരിയും മേടിച്ചു, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. മെയ് മാസമായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം, നീ ഉടമ്പടി എടുക്കുന്നു, നീ ഒന്നും കൂടി വാന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വേറൊരു കൂട്ടുകാരിയോട് അവിടെ വെച്ച് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിൽ പറഞ്ഞെന്നാൽ ഹസ്ബൻഡ് സമ്മതിക്കുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ ഞാനും പോരാം, നമുക്ക് 2 പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയും പോരുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പ്രത്യേകിച്ച് എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2024 മെയ് മാസം 24-ാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ഓഗസ്റ്റ് ജൂലൈ ഒക്കെ ആയപ്പോൾ എന്നോടൊരു ഏജൻറ്റ് പറഞ്ഞു, സിനു ഇറ്റലിക്ക് പോകാനായിട്ട് ഒരു വേക്കൻസി ഉണ്ട്, സിനു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വെച്ച് നോക്ക്, കിട്ടുവാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ചു പ്രാർത്ഥിച്ച് ഞാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി ഈശോയോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാർച്ചിൽ ആണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ എന്നെ ചേച്ചി വിളിച്ചു. എൻ്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സിനു ഇസ്രായേലിന് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇസ്രായേലിന് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം അത്രയും എമൗണ്ട് എന്നെക്കൊണ്ട് എന്താണെങ്കിലും സാധിക്കില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ച് നോക്ക്, ആ ചേച്ചി ലീവിൽ വന്നിട്ടുണ്ട്, നീ ഒന്ന് വീട്ടിൽ പോയി കണ്ടു നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ചേച്ചീനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി, രാത്രിയല്ലേ, ഒറ്റയടിക്ക് അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഓക്കെ ചേച്ചി, രാവിലെ അൻഷിയേട്ടനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ അൻഷിയേട്ടനോട് ഹസ്ബൻഡിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളി എന്നാൽ പോയി കണ്ടു നോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ചേച്ചീനെ കണ്ടു. ചേച്ചി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് എന്നാലേ സെലക്ഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു. ജൂണിൽ അവർ എന്നെ വിളിച്ചു, ഏജൻസിയിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തോറ്റുപോയി. ഞാൻ മുറി അടച്ചിരുന്ന് കരഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിച്ചേര്, നമ്മൾ പൈസയൊന്നും കൊടുത്തില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലുള്ളൂ, അത് ഫെയിലായിപ്പോയാൽ അമ്മ ഇത്രമാത്രം കരയാൻ എന്നാ ഇരിക്കുന്നത്, അമ്മ പ്രാർത്ഥിക്കുന്നത് ഈശോയോടല്ലേ, ഈശോ അമ്മയ്ക്ക് തരാനുള്ളതാണെങ്കിൽ തരും, അമ്മ കരയുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മുട്ടേ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേച്ചി വിളിച്ചു, എടി നിനക്ക് ആ ഏജൻസിയിൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ചേച്ചിയുടെ നമ്പർ തരാം, അപ്പോൾ നീ ആ ചേച്ചീനെ ഒന്ന് വിളിച്ച് നോക്ക്, വേറെ ഏജൻസിക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നീ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. നീ കരച്ചിൽ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വേറെ ഒരു ചേച്ചി വിളിച്ചു, സിന്ധു എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പം ഏജൻസിയിൽ നിന്ന് വിളിക്കും, അപ്പോൾ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. ഓഗസ്റ്റിൽ 1 മാസത്തെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞു. ക്ലാസ്സിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ സ്വർണ്ണം ഗോൾഡ് പണയം വെച്ചിട്ട് ഞാൻ ക്ലാസ് കൂടാൻ വേണ്ടി പോയി. ക്ലാസ് കഴിഞ്ഞ് വന്ന് പേപ്പർ വയ്ക്കണമെങ്കിൽ ബാക്കി പൈസയില്ല, 18 ലക്ഷം രൂപയാവും. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ പേപ്പറുകളൊക്കെ വെച്ചു. എന്നോട് അവർ ചോദിക്കുന്നുണ്ട് നീ വെക്കാത്ത എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൈസ റെഡി ആയില്ല, വെറുതെ കൊണ്ടേ വെച്ചിട്ട് ഈ പൈസയും കൂടി കളയണ്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ടൈം കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഓഫീസിൽ കയറി ചോദിക്കാം, കുറച്ച് ദിവസം എനിക്ക് പ്രേക്ഷിത വേല ചെയ്യണം, താല്പര്യമുണ്ട് എന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ മാനേജറെ കണ്ട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വന്നു പോകുന്നവർക്ക് അതിനുള്ള സൗകര്യമുള്ളവർക്ക് ഇവിടെ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ ചോദിക്കുന്ന വിട്ടു അഖണ്ഡ ജപമാല റാലിയുടെ കാര്യം. അപ്പോൾ ഞാനും ചോദിച്ചു ചേട്ടാ എനിക്കും ഇങ്ങനെ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 19-ാം തീയതി ഉണ്ട്, ട്രയലുണ്ട്, എന്നാൽ അതിൽ മോള് പോരുന്നുണ്ടെങ്കിൽ പോരേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ അച്ഛനെ കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു അതിന് നല്ല രേഖകളുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകളും ഇതെല്ലാമായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു, അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് ഇസ്രായേലിന് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എനിക്ക് പുതുക്കേണ്ട സമയമായി. ഞാൻ ഫെബ്രുവരി 11-ാം തീയതി ഇവിടെ വന്ന് അത് പുതുക്കി. 11-ാം തീയതി പുതുക്കി ഞാനവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെ ഒരു ആൻറ്റി വിളിച്ച് ചോദിച്ചു നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു നിനക്ക് ഇതുവരെ പോകാറായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി അത് സാരമില്ല, ഞാൻ ആ കാര്യം വിട്ടു, എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും വിഷമമില്ല, കാരണം എൻ്റെ ദൈവം എനിക്ക് അതിൽ നല്ലത് തരും, ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയി ആൻറ്റി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്ന് കിടക്കുന്നു, ജോബ് ഓർഡർ വന്ന് കിടക്കുന്നു, മത്താശയും വന്ന് കിടക്കുന്നു. അപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു സീനു 2 ദിവസത്തിനുള്ളിൽ വിസ വരും, അപ്പോൾ പോകാൻ റെഡി ആകണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ പൈസയൊന്നും ആയിട്ടില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്. ഞാൻ എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ച് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, വിഷമമാണ്. അപ്പോൾ അപ്പോഴും എന്നോട് മോള് പറയുന്നുണ്ട് അമ്മ വിഷമിച്ച് കസേരയിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അമ്മ എണ്ണീറ്റിട്ട് എന്താണെങ്കിൽ പൈസയുടെ കാര്യങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞു. 13 വയസ്സേയുള്ളൂ എൻ്റെ മോക്ക്. അവളെന്നോട് പറഞ്ഞു അമ്മ വിഷമിക്കാതെ കാര്യങ്ങളൊക്കെ അമ്മ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അമ്മ നടത്തിത്തരും, അമ്മ വിഷമിക്കേണ്ട, അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എമൗണ്ടൊക്കെ ഏകദേശം ആയി റെഡിയായിരിക്കുമ്പോഴാണ് ഞാനെന്ന് ഓർത്ത് എന്നാൽ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ 2 ദിവസത്തിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് കരുതി, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ തിങ്കളാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാനായിട്ട് എഴുതി കൊടുത്തപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു ഇവിടെ വിസ ഉണ്ടെങ്കിലേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് എന്നാൽ ഒരിത്തിരി സമയം കിടന്നിട്ട് എണീക്കാം എന്താണെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ കിടന്നിട്ട് എണീറ്റ് കഴിഞ്ഞ് വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പം വിസ വന്ന് കിടക്കുന്നു. ഞാൻ
വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, പോകാൻ പൈസ കയ്യിലേക്ക് എത്തിയിട്ടില്ല, എന്ത് ചെയ്യും, 2 ദിവസത്തിനുള്ളിൽ പോകണം. അപ്പോൾ തന്നെ എന്നെ ഏജൻറ്റ് ചേച്ചി വിളിച്ചു പറഞ്ഞു, സീനു 2 ദിവസമേ ഉള്ളൂ, നീ കയറി നാളെ പോകൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി നാളെ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചേച്ചി, എനിക്ക് 2 ദിവസം കൂടി സമയം തരണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 ദിവസം പൈസ എനിക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും എൻ്റെ ദൈവം തരും, പക്ഷേ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അത് നടക്കാതെ പോകരുതെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 2 ദിവസത്തെ സമയം എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓക്കെ 2 ദിവസത്തെ സമയം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മിനിങ്ങാന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. ആദ്യത്തെ പ്രാവശ്യത്തെ ഞാൻ ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ടിരുന്നു. കിണറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കേറ്ററിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ടതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കിണറ്റിലെ വെള്ളം അങ്ങനെ വറ്റണില്ല. ഞങ്ങൾക്ക് എപ്പോഴും വെള്ളമുണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ബോംബെക്ക് ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലിന് വേദന, മസിൽ കയറുന്നു, മരുന്നുകളൊന്നുമില്ല, കൂട്ടത്തിലുള്ള ആരുടെയും കൈമരുന്നില്ല. അവരെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ട്രെയിനിൽ തന്നെ ആകെ വിഷമിച്ച് രാത്രിയിൽ ഇത്തിരി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമില്ലേ, നീ അതെടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അത് ഉപയോഗിച്ചു. ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ എൻ്റെ കാലിന് ഒരു വേദനയുമില്ല, ഒരു വിഷമവുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ കാലിനില്ല, പഴയതുപോലെ ഞാൻ ഓക്കെ ആയി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്, ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ വരും. എല്ലാ സ്ഥലങ്ങളിലും, പള്ളികളിലും, ബസ് സ്റ്റാൻഡുകളിലും, ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ പോകും, പത്രം കൊടുക്കും. അങ്ങനെ പിന്നെ അനാഥാലയങ്ങളിൽ പോവും ഞാൻ, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും, അവരുടെ കൂടെ മുറി ക്ലീൻ ചെയ്യാൻ കൂടും, അവരെ കുളിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അതുപോലെ വീടിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും, ഹോസ്പിറ്റലുകളിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആത്മീയ ജീവിതം, ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് വിശ്വാസത്തെ കഴിഞ്ഞും കൂടുതൽ ഇപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് എനിക്ക് കൂടുതലായിട്ട്. കാരണം യൂട്യൂബിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ നല്ല അനുഭവങ്ങളാണ് എനിക്ക് അതിനകത്ത് കിട്ടിയ. ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ അത്ര ക്ലിയറായിട്ട് അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യമായി. എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വചനമാണ്. ഈശോ ശിമയോൻ പത്രോസിനോട് വിശ്വാസത്തോടെ ഉള്ള ഒരു അനുസരണമാണ് ആവശ്യപ്പെടുന്നത്. പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലായിരുന്നു, വളരെ വിഷമത്തിലായിരുന്നു. പരാജയത്തിന് ശേഷം വീണ്ടും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഫലം നൽകുന്നത് എന്നാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആഴത്തിലേക്ക് പോവുക എന്നത് വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ കടക്കുക എന്നതാണ്. അതാണ് ആത്മീയമായ ഉള്ളൊരു വിളി. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നതും. നമുക്ക് ഒന്നും നടക്കില്ല എന്ന് തോന്നുമ്പോഴും ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം അപ്രത്യക്ഷമായ അനുഗ്രഹമാണ് നമുക്ക് തരുന്നത്. ഇന്ന് നമ്മൾ പലരും ഇങ്ങനെയുള്ളൊരു സിമിലർ സിറ്റുവേഷനിലാവാം ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ പരീക്ഷയിലുള്ള പരാജയം, രോഗം, കടബാധ്യതകൾ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ, ബന്ധങ്ങളിൽ നിരാശ, ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നവരായിരിക്കാം നമ്മളിൽ പലരും. എല്ലാം ശ്രമിച്ചു, ഒന്നും നടന്നില്ല എന്ന് തോന്നുമ്പോഴും അവിടെയാണ് ഈശോ പറയുന്നത്, വിട്ടുപോകരുത്, വീണ്ടും ശ്രമിക്കുക എന്ന്. പത്രോസിൻ്റെ ഈ ചെറിയൊരു അനുസരണമാണ്
വലിയൊരു വിശ്വാസ ചുവട്, വലിയൊരു മാറ്റങ്ങൾ വരുത്തിയത്. നമ്മളും ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കാം, വീണ്ടും ശ്രമിക്കാനായിട്ടൊരു ഭയമാകാം, എല്ലാം അവസാനിച്ചതായി തോന്നാം. എങ്കിലും ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് വീണ്ടും നമുക്ക് ആഴത്തിലേക്ക് പോകാം. ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് ആഴത്തിൽ പോയ ഒരു ദൈവാനുഭവ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ സിനു കുര്യാക്കോസ് ഷെയർ ചെയ്തത്. ഈ മകൾ പറഞ്ഞത് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പേടിയായിരുന്നു, ഉടമ്പടി എടുക്കാതെ പോയി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഉൾപ്രേരണ കാരണം വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. ഇറ്റലിക്ക് പോകാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ പ്രയോജനമൊന്നുമായില്ല, ഫെയിലിയർ ആയിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പുതുക്കി ഇസ്രായേലിന് പോകാനായിട്ട് ശ്രമിച്ചു. വീണ്ടും ആ കൊച്ചു മകളിലൂടെ ഈ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈശോയും അമ്മയും. പിന്നെ ചേച്ചിമാർ വന്ന് പറഞ്ഞു, ശ്രമിച്ചു നോക്ക്. വീണ്ടും ശ്രമിക്കാനാണ് ഓരോരുത്തർ പറയുന്നത്. വീണ്ടും പുതുക്കിക്കൊണ്ടേയിരുന്നു, വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പരാജയമാണെങ്കിലും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടു. പക്ഷെങ്കിൽ കരച്ചിൽ നിർത്താനും ബുദ്ധിമുട്ടിയ ആ സമയത്തും കൊച്ചു മോളാണ് പറഞ്ഞത്, അമ്മ പ്രാർത്ഥിക്കുന്നതല്ലേ, പ്രാർത്ഥിക്ക്, ശ്രമിക്ക്. ഇങ്ങനെ ഓരോ വാക്കുകൾ വീണ്ടും പറഞ്ഞ് ഈ മകളെ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു ഈ മകൾക്ക്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും പല രീതികളിൽ പല പ്രാവശ്യവും പല വ്യക്തികളിൽ കൂടിയാണ് ഈശോയും അമ്മയും ഇവിടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടതായിട്ടാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് അവക്കണ്ട ജപമാല റാലിക്ക് പോയപ്പോഴും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അച്ഛൻ ഈശോയുടെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളോട് പറഞ്ഞത് ഇസ്രായേലിന് പോകാൻ പറ്റുമെന്നാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം അച്ഛൻ്റെ ആഴപ്പെട്ട വിശ്വാസ ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്നും ഈശോയും അമ്മയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോയും അമ്മയും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ മകളോട് പറയുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ പറ്റുമെന്ന്. വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഈ മകൾ വീണ്ടും ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് വീണ്ടും ഈശോയും അമ്മയും ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇസ്രായേലിലേക്ക് പോകാനുള്ള വിസ റെഡിയാവുകയും ഈ മകൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയാണ് നമ്മെ ആഴത്തിലേക്ക് നയിക്കുന്ന അമ്മ. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകാനല്ല, യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും, കുറയുമ്പോൾ തകർന്നിരിക്കുമ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് അമ്മ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. കാനായിൽ പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നതുപോലെയാണ് അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് നമുക്കും നമ്മുടെ വലയിടാം. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ഈ മകൾ പറഞ്ഞു നിർത്തിയതാണ്, വിശ്വാസത്തെക്കാൾ കൂടുതൽ എനിക്ക് വിശ്വസ്തതയാണെന്ന്. കാരണം രോഗാവസ്ഥയിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഈ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മകൾ വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഈ മകളുടെ വലയെറിഞ്ഞപ്പോൾ ഫലം ലഭിച്ചത്. ഈശോയിൽ നമുക്ക് ശരണപ്പെടാം. നമുക്കുമെല്ലാം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സിനു കുര്യാക്കോസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.